നമസ്കാരം. ഉത്തര മലബാറിലെ ജീവനുള്ള ദൈവങ്ങളാണ് തെയ്യങ്ങൾ. ദൈവം മനുഷ്യനിലും മനുഷ്യൻ ദൈവത്തിലും അലിഞ്ഞു ചേരുന്ന രസായനം. CTVയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള സംസ്ഥാന സർക്കാരിൻ്റെ യുവപ്രതിഭാ പുരസ്കാരം നേടിയ നിതീഷ് പെരുവണ്ണനാണ്. നമസ്കാരം. നമസ്കാരം. മനുഷ്യൻ ദൈവത്തിലും ദൈവം മനുഷ്യനിലും അലിയുന്ന ഒരു രസായനമാണ് തെയ്യങ്ങൾ അല്ലെങ്കിൽ തിറകൾ എന്ന് പറയുന്നത്, അല്ലേ? മലബാറുകാർക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട മുഖമല്ല നിതീഷ് പെരുവണ്ണാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള തീക്കുട്ടിച്ചാത്തൻ്റെ വാചാലുകൾ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. തീക്കുട്ടിച്ചാത്തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് തീക്കുട്ടിച്ചാത്തൻ തെയ്യം എപ്പോഴാണ് ആദ്യമായിട്ട് കെട്ടുന്നത്, എങ്ങനെയാണ് ഈ ഒരു തിറയാട്ടത്തിലേക്ക് വരുന്നത്? പെട്ടെന്ന് കിട്ടിയൊരു ഭാഗ്യമാണ് എനിക്ക്. കാരണം ആ ക്ഷേത്രത്തിൽ ആ തീക്കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നത് പണ്ടേ മുതലേ ഒരു ചന്തുക്കുട്ടി പെരുവണ്ണൻ കുറുവങ്ങാട്, അദ്ദേഹത്തെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ആ ഒരു കാലത്ത് ആ ഒരു തീക്കുട്ടിച്ചാത്തനെ വളരെ ഭംഗിയാക്കി കൊണ്ടുവന്ന ഒരു കലാകാരനാണ്. അവിടുന്ന് അദ്ദേഹത്തിന് പ്രായമായപ്പോഴാണ് ഒരു നിമിത്തമെന്നോണം അത് എന്നോട് കെട്ടിയാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സമ്മതം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ തീക്കുട്ടിച്ചാത്തൻ കോലം കെട്ടിയാടാൻ തയ്യാറാകുന്നത്. പക്ഷേ ആ തീക്കുട്ടിച്ചാത്തൻ ഞാൻ കെട്ടിയാടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ അതിൽ കുറച്ച് മാറ്റങ്ങളും കോലത്തിൽ അല്ലെങ്കിൽ വേഷവിധാനത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ കാണുന്ന ഒരു തീക്കുട്ടിച്ചാത്തൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു തീക്കുട്ടിച്ചാത്തനായി മാറാനുള്ളൊരു കാരണം. അത് എൻ്റെ നാടിനടുത്ത് കൊയിലാണ്ടിക്കടുത്ത് കിടാരത്തിൽ തലച്ചിലോൻ ദേവി ക്ഷേത്രത്തിലാണ് തീക്കുട്ടിച്ചാത്തൻ ആദ്യമായിട്ട് കെട്ടിയാടിയത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഓരോ വർഷങ്ങളിലും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ വാചാലുകളായാലും അതിൻ്റെ ചടങ്ങായാലും അതിൻ്റെ താളങ്ങളായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. ഓരോ വർഷത്തിലും ഓരോ മാറ്റങ്ങൾ ആ ഒരു തെയ്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും വൈറലാകാനും ആ ഒരു സമയത്ത് എൻ്റെ നാവിൻ തുമ്പത്ത് വന്ന കുറച്ച് വാചാലുകൾ അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായത്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള കലകളിൽ നിന്ന് തെയ്യത്തെ അല്ലെങ്കിൽ തിറയെ വ്യത്യസ്തമാക്കുന്നത്. അതായത് മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പലപ്പോഴും തെയ്യം കലാകാരന്മാരുടെ ഉള്ളിലുള്ള വിഷമതകളും പ്രതിസന്ധികളൊക്കെ മറികടന്ന് കാണാൻ വരുന്നവരെ അല്ലെങ്കിൽ അഭയം തേടി വരുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ തെയ്യം കലാകാരൻ ഒരു കടമയുണ്ടല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അണിയറയുന്ന തെയ്യമായിട്ട് ഇറങ്ങുക, നമ്മളൊരു ദൈവിക പരിവേഷത്തോട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരിൽ നിന്നും ദൈവത്തിലേക്ക് ചേക്കേറി അതിന് അതിൻ്റേതായ ചടങ്ങുകളും കാര്യങ്ങളും, വരവിളി, അതുപോലെ തന്നെ തോറ്റം, ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നമ്മളൊരു മാനുഷികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളവരൊക്കെ ആ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ദൈവത്തിൻ്റെ ഒരു കോലത്തെ നേരിട്ട് ഒരു ഭക്തന് കാണാൻ പറ്റൂ. അതാണ് തെയ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദേവിയോട് നേരിട്ട് പറയാം. പക്ഷേ ആ ദൈവിക കോലത്തോട്, ആ ദൈവത്തിൻ്റെ ഒരു രൂപത്തോട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു വേദിയാണ് തെയ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങളും അവരുടെ ആവലാതികളും ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ച് കണ്ണീര് കൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് സന്തോഷങ്ങൾ ചിരിച്ചുകൊണ്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ കരയുന്നവർക്ക് അതിനുള്ള മറുപടി അപ്പോൾ തന്നെ നമ്മൾ ആ നാവിൽ എന്താ പറയുക, പെട്ടെന്ന് വരുന്ന അവരെ കണ്ണീർപ്പാട് നമ്മൾ അകറ്റി കൊടുക്കണം. അവർ നമ്മുടെ ശരണം പ്രാപിച്ചു വരുന്ന ഭക്തന്മാരാണ്. ആ ഭക്തന്മാരുടെ കണ്ണീർപ്പാട് നമ്മുടെ കണ്ണീർപ്പാട് തന്നെയാണ്, ദൈവത്തിൻ്റെ കണ്ണീർപ്പാടാണ്. അത് ദൈവം അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള കാര്യങ്ങൾ, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും പെട്ടെന്ന് നമുക്ക് ആ ഒരു മൈൻഡിൽ, ദൈവത്തിൻ്റെ ആ മൈൻഡിൽ നമുക്ക് തോന്നാറുണ്ട്. ഇന്ന പോലെ ചെയ്യൂ എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നടന്ന് ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ തെയ്യമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ തെയ്യം സീസണൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ പെരുവണ്ണനെ അന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കുക അത് എന്ന് പറഞ്ഞ് എവിടുന്ന് പറഞ്ഞ് നമ്മൾ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്, മകളെ കല്യാണമൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു സന്തോഷവും അതുപോലെ തന്നെ ഈ ദൈവത്തിന് ആ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. തീർച്ചയായും.
വളരെയധികം സഹനശക്തി വേണ്ടുന്ന ഒരു കലാരൂപമാണ്, ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം അല്ലെങ്കിൽ തെറ എന്ന് പറയുന്നത്. കായികപരമായിട്ടാണെങ്കിലും ഒക്കെ ഇപ്പോൾ തീക്കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഘണ്ഠാകർണൻ പോലെയുള്ള തെയ്യങ്ങൾ കെട്ടുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? തെയ്യം പൊതുവേ പറയുകയെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടുള്ള ഒരു കല തന്നെയാണ്. കല എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും ഒരു അനുഷ്ഠാന കലയാണ്. നമ്മളെ വേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും വളരെ സൗന്ദര്യ ദേവത അല്ലെങ്കിൽ മനോഹാരിത, പക്ഷേ ഉള്ളിൽ ഒരു എന്താ പറയുക, അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീക്കുട്ടിച്ചാത്തൻ തെയ്യം എന്ന് പറയുന്ന ഒരു വിഷ്വൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ആനന്ദം ഉണ്ടാവും ഈ ഭക്തന്മാർക്കൊക്കെ. പക്ഷേ ഈ 16 പന്തത്തിൻ്റെ നടുവിലാണ് ഒരു ശരീരം നിൽക്കുന്നത്. ചുറ്റും തീയാണ്, ചുറ്റും ചൂടാണ്. നമുക്ക് ഇത്ര ഡിഗ്രി ചൂടാണ് നമ്മുടെ ഹൃദയം താങ്ങുക അല്ലെങ്കിൽ ജസ്റ്റ് താങ്ങുക എന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ താങ്ങേണ്ടി വരും. അപ്പോൾ അത്രയും കഷ്ടപ്പാടുകളാണ് ഈ തെയ്യത്തിനൊക്കെ ഉള്ളത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആയോധന കലയ്ക്ക് വളരെ പ്രാമുഖ്യമുള്ളൊരു കല തന്നെയാണ് തെയ്യം. നമുക്കറിയാം ഓരോ കലയ്ക്കും ഓരോ അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആയോധന കലയിൽ ഇതിൽ തെയ്യത്തിന് ആദ്യം പ്രാമുഖ്യം കിട്ടുന്നത് കളരിയാണ്. കളരി കഴിഞ്ഞിട്ടാണ് നമ്മൾ തെയ്യം കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ എനിക്ക് കളരി കൂടുതൽ കിട്ടിയിട്ടില്ല. ഞാൻ ഏകദേശം 1 വർഷത്തോളം ഈ കളരി അഭ്യസിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഞാൻ ഈ കരാട്ടെ, മാർഷ്യൽ ആർട്സിലേക്ക് കരാത്തയിലേക്ക് മാറി. അതിലിപ്പോൾ ഒരു 5-6 വർഷം കളിച്ചു. രാജുഗാഡോ കരാട്ടെ, അതിലിപ്പോൾ 3rd ആൻഡ് ബ്ലാക്ക് ബെൽറ്റാണ്, ഇപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ആയോധന കല എന്ന് പറയുന്നത് കരാത്തയാണ്. കരാത്തയിലാണ് കൂടുതലും ഈ എക്സസൈസും കാര്യങ്ങളും. നമ്മൾ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഈ കലയ്ക്ക് വേണ്ടി. അല്ലാതെ നമ്മൾ തെയ്യക്കാലത്ത് ആ തെയ്യം കഴിഞ്ഞ് പിന്നെ അതവിടെ ഇട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു മാർഷ്യൽ ആർട്സ് നിർബന്ധമായിട്ടും ഒരു തെയ്യം കലാകാരൻ പഠിച്ചിരിക്കണം.